നമസ്കാരം. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനായ രാജനെ ഇടിച്ചു കൊന്നത് പാറശാല SHO അനിൽകുമാർ തന്നെ. വാഹനമോടിച്ചത് അനിൽകുമാർ തന്നെ എന്ന് സ്ഥിരീകരിച്ചു. അനിൽകുമാർ കുറ്റം സമ്മതിച്ചു. മറ്റൊരാൾ കൂടി കാറിൽ ഉണ്ടായിരുന്നുവെന്നുമാണ് മൊഴി. നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങും. ഈ സാഹചര്യത്തിൽ അനിൽകുമാറിനെതിരെ നടപടി വരുമെന്ന് ഉറപ്പാണ്. CCTV ദൃശ്യങ്ങളെ പിന്തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണമാണ് നിർണായകമായത്. നീല മാരുതി ഓൾട്ടോ കാറിന് പിന്നാലെ പോലീസ് പോയി. ഒടുവിൽ തിരുവല്ലം ബൈപ്പാസിലെ ടോളിൽ നിന്നാണ് കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയത്. ഇതോടെ തന്നെ വണ്ടി CAയുടേതാണെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തു. അനിൽകുമാറിനെതിരെ നടപടി ഉറപ്പാണ്. ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കാതെയാണ് അന്ന് പാറശാല സ്റ്റേഷൻ പരിധി CI വിട്ടത്. അതും വകുപ്പ് തല നടപടിക്ക് കാരണമാകും. അനുമതിയില്ലാതെ പോയതുകൊണ്ടാണ് അപകടമുണ്ടാക്കിയിട്ടും വാഹനം നിർത്താതെ പോയതെന്നാണ് സൂചന. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരാൾ കാറിന്റെ സൈഡിൽ ഇടിച്ചു വീണെന്നും പിന്നീട് അയാൾ എഴുന്നേറ്റ് നടന്നു പോയെന്നുമാണ് അനിൽകുമാർ പറയുന്നത്. മറ്റൊരാൾ കൂടി കാറിലുണ്ടായിരുന്നുവെന്ന് മൊഴിയിൽ പറയുന്നു. കിളിമാനൂർ ചോണിക്കുഴി സ്വദേശി രാജന്റെ മരണത്തിനിടയാക്കിയ വാഹനം അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. അന്വേഷണം ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന് കൈമാറിയിരിക്കുകയാണ്. സംഭവ ദിവസം മേലുദ്യോഗസ്ഥരുടെ അനുമതി ഇല്ലാതെയാണ് സ്റ്റേഷനിൽ നിന്ന് അനിൽകുമാർ തട്ടത്തുമലയിലെ വീട്ടിലേക്ക് പോയത്. ഞായറാഴ്ച പുലർച്ചെ 6 മണിയോടെയാണ് കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപം വാഹനമിടിച്ച നിലയിൽ രാജനെ കണ്ടെത്തുന്നത്. അപകടമുണ്ടാക്കി നിർത്താതെ പോയ SHOയുടെ ഗുരുതര അനാസ്ഥയിൽ 1 മണിക്കൂറോളം റോഡിൽ കിടന്നാണ് രാജന്റെ ദാരുണാന്ത്യം. മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും ചോര വാർന്ന് മരണം സംഭവിച്ചിരുന്നു. അതേസമയം രക്തം വാർന്ന് റോഡിൽ കിടന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ലെന്ന് രാജന്റെ സഹോദരി പ്രതികരിച്ചു. നീതി വേണമെന്നും പാവങ്ങളായതുകൊണ്ടാണ് പോലീസ് അവഗണിക്കുന്നതെന്നും രാജന്റെ സഹോദരി ബേബി കൂട്ടിച്ചേർത്തു. അനിൽകുമാറിനെതിരായി കുറ്റം തെളിഞ്ഞാൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് ഉന്നതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമിത വേഗത്തിൽ വാഹനം അലക്ഷ്യമായി ഓടിച്ചു എന്നാണ് FIRലുള്ളത്. അപകടശേഷം വാഹനം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി ചെയ്തതായി വിവരം ലഭിച്ചിരുന്നു. വാഹനമിടിച്ച ശേഷം രാജൻ റോഡിൽ ചോര വാർന്ന് 1 മണിക്കൂറോളം കിടന്നു. 6 മണിയോടെയാണ് നാട്ടുകാർ രാജനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇടിച്ചയുടൻ അനിൽകുമാർ നിർത്തി രാജനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 4-നും 5-നും ഇടയിലായിരുന്നു സംഭവം. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന രാജനെ ഇടിച്ചിട്ട ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു.